ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കൊക്കെ അറിയാം, കേരളത്തിൽ നടന്ന ഒരു വയനാട് ദുരന്തം, ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കുറെ വീടുകളും അതേപോലെ തന്നെ കെട്ടിടങ്ങളും ആ പ്രദേശം തന്നെ ഒലിച്ചു പോവുകയും ചെയ്ത കുറെ ആളുകൾ, മരിച്ചുപോയ കുറെ ആളുകൾക്ക് മാരകമായ പരിക്കുകൾ പറ്റിയ ആ അവസ്ഥ കേരളത്തിലല്ല, ഇന്ത്യയിലെന്നല്ല, ലോകം മൊത്തം ശ്രദ്ധിക്കുകയും ചർച്ചയാകുകയും ചെയ്ത സംഭവമാണ്. ആ സന്ദർഭത്തിൽ നമ്മുടെ സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്ന വിസ്ഡത്തിന്റെ ഒരു ദഅവാ പരിപാടിയിൽ അന്നത്തെ ദിവസത്തിൽ ഒരു ചർച്ച വന്നു. എന്താണ് ചർച്ചയുടെ പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ, ഈ കെടുതികളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരിൽ നല്ലൊരു വിഭാഗം ആളുകൾ മുസ്ലിങ്ങളാണ്, കുറച്ചൊക്കെ ക്രിസ്ത്യാനികളും. ഇതിനെ വർഗീയമായി എടുത്തുകൊണ്ട് ഫാസിസ്റ്റ് ശക്തികളുടെ, സംഘപരിവാർ ശക്തികളുടെ ചാനലിലൂടെ വിഷം വമിക്കുന്ന ചർച്ചകളും വർത്തമാനങ്ങളും ഒക്കെയായി ഒരാളുകൾ അത് വലിയൊരു വിഷയമാക്കിയപ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ നമ്മുടെ പ്രബോധകൻ എന്ത് ചെയ്തു? ഈ വിഷയം ചർച്ചക്കെടുത്തപ്പോ ഇവിടെ ഹിന്ദു, മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് വേറിട്ട് നിൽക്കേണ്ട ഒരു വിഷയമല്ല, ഒരു സമൂഹത്തിൽ മൊത്തത്തിൽ ഒരു ആപത്തും അപകടവും വന്നതല്ലേ. അപ്പൊ അതിനൊരു മാനുഷികമായ പരിഗണനയിലൂടെ കണ്ടുകൊണ്ട് സഹായങ്ങൾ എത്തിക്കണം. ഇസ്ലാം പറഞ്ഞൊരു നിയമമാണ്, സന്ദേശമാണ്. അത് ഒന്ന് ജനറലൈസ് ചെയ്ത് അത് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ ആളുടെ വായിൽ എന്ത് വന്നു? സംസാരത്തിന്റെ ഇടയിൽ മുസ്ലിം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അമുസ്ലിം സഹോദരങ്ങൾ, ഹിന്ദു സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അങ്ങനെ സഹോദരൻ എന്ന് പറയുന്നൊരു പരാമർശം വന്നു. അത് സത്യസന്ധമായി സ്നേഹത്തോടു കൂടിയുള്ള, നസീഹത്തോടു കൂടിയുള്ള ഒരു ഉണർത്തലായിരുന്നുവെങ്കിൽ എന്ത് പറയാം? ആ വ്യക്തിയോട് പറയാം, അല്ലെങ്കിൽ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരോടെങ്കിലും പറയാം, വിളിക്കാം, സംസാരിക്കാം, വരാം. ആ ഒരു പ്രയോഗം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ മുസ്ലിം അല്ലാത്ത ആളുകളെ നമ്മൾ പറയുമ്പോൾ സഹോദരൻ എന്ന് പറയുന്നതിനേക്കാൾ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്നൊരു വീക്ഷണം, എന്നൊരു ആശയ കൈമാറ്റം അത് നടത്തേണ്ടതിന് പകരം ഈ അഹിമാർ എന്താ ചെയ്തതെന്ന് അറിയോ? എന്താ ചെയ്തത്? നേരെ ആ ഒരു ഭാഗം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ട് കേരളത്തിലുള്ള ഒരാളോടും പറയാതെ സൗദി അറേബ്യയിലുള്ള ചില ഷെയ്ഖുമാരുടെ അടുക്കലേക്ക് പറയാണ്, നിങ്ങൾ വിസ്ഡത്തിനെ സഹായിക്കാൻ പാടില്ല, ജംഇയ്യത്തുൽ ഹിക്മ സൂക്ഷിക്കണം, അവർക്ക് വലാ ബറാ പാലിക്കുന്നില്ല, അവർ അമുസ്ലിങ്ങളായ ഹിന്ദുക്കളെയും ബഹുദൈവാരാധകരായ അവരെ ക്രിസ്ത്യാനികളെ ബ്രദേഴ്സ് എന്ന് പറയുന്നവരാണ്. ജൂതനും ക്രിസ്ത്യാനിയും ഹിന്ദുവും എല്ലാവരും ഇവർക്ക് ബ്രദേഴ്സാണ്, സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങിക്കാം. വിസ്ഡത്തിന് സഹായിക്കാൻ പാടില്ല. അപ്പൊ എത്രത്തോളം ഉണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ ഈ വലിയ അനുഗ്രഹം കിട്ടിയ ആ അനുഗ്രഹത്തിന്റെ വിലയറിയുന്ന ആളുകൾ ഈ നന്മയിൽ ആകെ കുറച്ചു പേരേ ഉള്ളൂ. പരമാവധി അതിന്റെ കൂടെ നിന്ന് ആ ആദർശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, ദഅവത്ത് സജീവമാക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം അവരെ ഇടങ്കോലിട്ട് എങ്ങനെയെങ്കിലും തളർത്തി വീഴ്ത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എന്തു പേര് പറയണം എന്ന് ഞാൻ പറയണില്ല. അവരാണ് വാസ്തവത്തിൽ സലഫിയത്തിന്റെ മൊത്ത കുത്തകയും അതിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡീലേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. സലഫിയത്തിന്റെ ആ വാക്ക് പറയാൻ പോലും അവർക്ക് സത്യത്തിൽ ധാർമ്മികമായ അവകാശമില്ല.